നമസ്കാരം. ഇസ്രായേലിന് ഓരോരോ തലവേദനകളാണ്. അവർ കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലവേദനകളാണ്. സ്വസ്ഥമായി ജീവിക്കാൻ ആ കൊച്ചു രാജ്യത്ത് അവരെ ജൂതന്മാരെ സ്വസ്ഥമായി ജീവിക്കാൻ ഈ മുസ്ലിം തീവ്രവാദം സമ്മതിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോഴിതാ ഹിസ്ബുള്ളയുടെ നടുവൊടിച്ചതിനു പിന്നാലെ ഇസ്രായേലിന് ഏറ്റവും പുതിയ വെല്ലുവിളിയായി എത്തിയിരിക്കുന്നത് ഹൂത്തികളാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്താൻ ഹൂതികളെ ഇറക്കുകയാണ് ഇനി ഇറാൻ. നെതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെൽ-അവീവിന്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അയൺ ഡോം പ്രതിരോധ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഒരു തവണ കൂടി. ഹിസ്ബുള്ളയുടെ വേര് പറിച്ചപ്പോൾ ഹൂതികളെ ഇറക്കി ഇറാന്റെ ഇനിയുള്ള മരണക്കളിയാണിത്. ഇസ്രായേലിന് ഇനി തലവേദനയാവുക ഹൂതികളാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ടെൽ-അവീവ് വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന് ഹൂതി വിമതർ അവകാശപ്പെടുന്നത്. യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിനു ശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ മിസൈലുകളെല്ലാം അയൺ ഡോം തകർത്തു. ലെബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ 3 പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്രല്ലയെ ശനിയാഴ്ച പുലർച്ചെ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതാണ് ഹൂതികൾക്ക് പ്രകോപനമായത്. റോക്കറ്റ് ആക്രമണങ്ങൾ, മോർട്ടാറുകൾ, പീരങ്കി ഷെല്ലുകൾ, ആളില്ലാ ആകാശ വാഹനങ്ങൾ അതായത് UAV എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. 2006 ലെബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. 2011 മുതലാണ് അയൺ ഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തെയും ചെറുത്തത്. ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രല്ല ഇനിയില്ല എന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത അറിയിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും ഇത് സ്ഥിരീകരിച്ചു. തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസ്രല്ല തന്റെ രക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഹിസ്ബുള്ള പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നുമാണ് പ്രസ്താവനയിലുണ്ടായത്. ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നും വിലയിരുത്തലിലെത്തി. ഇതിനിടെയാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത്. അതിനിടെ ഇസ്രായേലിലും ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് കൂട്ടുകയാണ്. കരുതൽ സേനാംഗങ്ങളുടെ 3 ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. കരയുദ്ധ സാധ്യതയുള്ളതുകൊണ്ട് പരിശീലനത്തെ 2 ബ്രിഗേഡ് പട്ടാളക്കാരെ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. ശനിയാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിലും കിഴക്കൻ ലെബനനിലെ ബെക്ക താഴ്വരയിലും ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. വടക്ക് മധ്യ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കി. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന് ശക്തമായ ബന്ധങ്ങളെന്ന ആരോപണവുമായി അമേരിക്ക നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ആയുധങ്ങൾ നൽകിയും തന്ത്രങ്ങൾ പകർന്നും യമൻ ആസ്ഥാനമായുള്ള റിബൽ ഗ്രൂപ്പിനെ ടെഹ്റാൻ പിന്തുണയ്ക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ ഗ്രൂപ്പാണ് ഹിസ്ബുള്ളയെ തകർത്ത ഇസ്രായേലിനെതിരെ ഇറാൻ ആയുധമാക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തളച്ച ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയാവുകയാണ് ഹൂതികൾ. നെതന്യാഹുവിനെ വകവരുത്താനുള്ള ഹൂതികളുടെ നീക്കത്തെ ഇസ്രായേൽ ഗൗരവത്തോടെയാണ് എടുക്കുന്നതും. ചെങ്കടൽ മേഖലയെ അസ്ഥിരപ്പെടുത്തി ഹൂതികൾ ഏറെയായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി സഹായം നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിന്റെ കൂട്ടായ നടപടി ഇതിനെതിരെ ആവശ്യമാണെന്നുമാണ് അമേരിക്ക അടക്കം നേരത്തെ പറഞ്ഞിരുന്നത്.
ഇറാന്റെ KAS-04 ഡ്രോണുകളും ഹൂതികൾ ഉപയോഗിക്കുന്ന ആളില്ലാ പേടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇറാൻ ഹൂതി മിസൈലുകൾക്കിടയിൽ സാമ്യമുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. തലസ്ഥാന നഗരമായ സന അടക്കം യമനിലെ ഏറെ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള നിരവധി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ റാഞ്ചുകയും ചെയ്തു. ഗസയിലെ ഇടപെടലിൽ പ്രതിഷേധിച്ച ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം കടുപ്പിച്ചതോടെ സൂയസ് കനാലിന്റെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടാവുകയും ചെയ്തു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിലെ വരുമാനം $7.2 ബില്യൺ കുറഞ്ഞു. കഴിഞ്ഞ വർഷം $9.4 ബില്യൺ ആയിരുന്നു വരുമാനം. ഇത്തവണ $2.2 ബില്യൺ അഥവാ 18,400 കോടി രൂപയുടെ ഇടിവാണ് നേരിട്ടത്. യമൻ കേന്ദ്രമായ ഹൂതികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ചുറ്റിവളഞ്ഞാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. കഴിഞ്ഞ വർഷം 25,911 കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ കപ്പലുകളുടെ എണ്ണം 20,148 കുറഞ്ഞു. ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂതി സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് ലെബനനിലും ഇസ്രായേൽ ഇടപെടൽ നടത്തിയത്. ഇതോടെ ഹൂതികൾ കൂടുതൽ ആക്രമണം നടത്താനുള്ള സാധ്യതകളും കൂടി. നന്ദി.